നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ താഴത്തുള്ള ചുവന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്തിടുക. അപ്പോൾ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങളെ നോട്ടിഫൈ ചെയ്യുന്നതായിരിക്കും. എല്ലാവർക്കും മലയാളം ടെക് ടിപ്സിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ കമ്പ്യൂട്ടർ ലോഞ്ചർ ഒരു ആപ്ലിക്കേഷനാണ് നിങ്ങൾക്ക് വേണ്ടി പരിചയപ്പെടുത്താൻ പോകുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അതാണ് നമ്മളെ കമ്പ്യൂട്ടർ ലോഞ്ചർ ഒരു ആപ്ലിക്കേഷൻ. ഈ ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ്. ഡൗൺലോഡ് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഈ പേര് എടുത്തപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും. ഈ ആപ്ലിക്കേഷൻ ഫുള്ള് വിൻഡോസിന് അത് സെയിം ഇൻ്റർഫേസ് ആണ്. നമുക്ക് വിൻഡോസ് നമ്മളെ ഫോണിൽ വിൻഡോസ് യൂസ് ചെയ്യുന്ന പോലെ തന്നെ ഉണ്ടാവും. ഈ ലോഞ്ചർ യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ലോഞ്ചർ ഓപ്പൺ ചെയ്ത് തന്നെ എങ്ങനെയാണ് ഇൻ്റർഫേസ് ഒക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഇതാണ് നമ്മളെ ലോഞ്ചറിന്റെ മെയിൻ ഇൻ്റർഫേസ്. നമുക്ക് വിൻഡോസിന്റെ സ്റ്റൈൽ ഇൻ്റർഫേസ് ആണ് ലഭിക്കുന്നത്. യൂസർ ദിസ് PC റീസൈക്കിൾ പിന്നൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് താഴത്തേക്ക് വരികയാണെങ്കിൽ നമുക്ക് ഒരു വിൻഡോസിന്റെ ഒരു ഐക്കൺ കാണാം. തൊട്ടു താഴത്ത് തന്നെ ഒരു മെസ്സേജിന്റെ, ഒരു ഫോണിന്റെ, ഒരു ക്രോമിന്റെ ഒക്കെ ഷോർട്ട് കട്ട് അവിടെ കൊടുത്തിട്ടുണ്ട്. നമ്മൾ റൈറ്റ് സൈഡിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് ടൈമും ഡേറ്റും അറിയാൻ സാധിക്കും. അതുപോലെ തന്നെ അതിന്റെ ലെഫ്റ്റ് സൈഡിൽ നമുക്ക് ഒരു ഏരോ കീ കൊടുത്തിട്ടുണ്ട്. അത് ക്ലിക്ക് ചെയ്യണം നമുക്ക് മൊബൈൽ ഡാറ്റ, വൈഫൈ, ബ്ലൂടൂത്ത്, പിന്നെ വോളിയം, ബാറ്ററി ഷെയർസ് ഒക്കെ അറിയാൻ സാധിക്കും. പിന്നെ നമുക്ക് ഇവിടെ നോട്ടിഫിക്കേഷൻ ഒക്കെ അറിയാനായിട്ട് ഒരു നോട്ടിഫിക്കേഷൻ ഒരു ഓപ്ഷൻ കൊടുത്താൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് നോട്ടിഫിക്കേഷനും അടിയിൽ നമുക്ക് കൺട്രോൾ സെന്റർ അവൈലബിൾ ആണ്. ഇത് നോട്ടിഫിക്കേഷൻ എവിടെയാണ് നമ്മൾ നോട്ടിഫിക്കേഷൻ വരിക. അതുപോലെ നമ്മളിപ്പം ലെഫ്റ്റിലൊന്ന് റൈറ്റിലേക്ക് സ്ലൈഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അവിടെ വിഡ്ജറ്റ്സ് ആഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. എന്തെങ്കിലും പെട്ടെന്ന് ഒരു തിരക്കിലാണെങ്കിൽ നമുക്ക് അവിടെ വിഡ്ജറ്റ്സ് ഒക്കെ ആഡ് ചെയ്ത് അടുത്ത സ്ലൈഡ് നമുക്ക് എല്ലാ വിവരങ്ങളും അറിയാൻ സാധിക്കും. അതുപോലെ തന്നെ നമ്മൾ ദിസ് PC ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് വിൻഡോസിന് ഒരു സെയിം മോഡലാണ് ലഭിക്കുന്നത്. നമുക്ക് ലോക്കൽ ഡിസ്ക് C എന്ന് പറയുന്നത് ഇന്റേണൽ സ്റ്റോറേജും ലോക്കൽ ഡിസ്ക് D എന്ന് പറയുന്നത് നമുക്ക് മെമ്മറി കാർഡ് ഉണ്ടെങ്കിൽ അതുമാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. നമുക്ക് അതൊക്കെ ഒരു സെയിം വിൻഡോസ് സ്റ്റൈലാണ് ലഭിക്കുന്നത്. ഏറ്റവും ടോപ്പിൽ നമുക്ക് മിനിമൈസ് ചെയ്യാനും ക്ലോസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ഇനി നമുക്ക് വിൻഡോസിന് ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നമ്മളെ ആപ്ലിക്കേഷൻ മെനുവിലേക്ക് നമ്മൾ എത്തുന്നത്. അതുപോലെ നമുക്ക് ഏതൊരു ആപ്ലിക്കേഷൻ ലോങ് പ്രസ് ചെയ്താൽ ഈ ആപ്ലിക്കേഷൻ അൺഇൻസ്റ്റാൾ ചെയ്യാനും ഷോർട്ട് കട്ട് ആഡ് ചെയ്യാനും ഈ ലോഞ്ചർ തന്നെ ഹൈഡ് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നുണ്ട്. നമുക്ക് ആപ്ലിക്കേഷൻ ടാസ്ക് ബാറിൽ പിൻ ചെയ്യാനും ഹോം സ്ക്രീനിലൊക്കെ പിൻ ചെയ്യാനുള്ള ഓപ്ഷൻ ഒക്കെ ലോങ് പ്രസ് ചെയ്ത് നമുക്ക് ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഹോം സ്ക്രീനിൽ ഒന്ന് ജസ്റ്റ് ലോങ് പ്രസ് ചെയ്യാണ് നമുക്ക് തീമും വാൾപേപ്പറും കളറും വിഡ്ജറ്റ്സും ഐക്കണൊക്കെ ഫോൾഡർ വരെ ഉണ്ടാക്കാൻ സാധിക്കുന്ന ലോഞ്ചർ ആണ്. അപ്പം ലോങ് പ്രസ് ചെയ്ത് അങ്ങനെ കുറെ ഓപ്ഷൻസ് അവൈലബിൾ ആണ്. നിങ്ങളൊരു ഫോൺ ഒരു കമ്പ്യൂട്ടർ സ്റ്റൈലാക്കുന്ന ആഗ്രഹമുള്ളവർക്ക് ഒരു അടിപൊളി ലോഞ്ചർ തന്നെയാണ് കമ്പ്യൂട്ടർ ലോഞ്ചർ. നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തെങ്കിൽ താഴത്തുള്ള ചുവന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നമ്മളിപ്പോൾ ഒരു ഫേസ്ബുക്ക് പേജ് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് പോയി ലൈക്ക് ചെയ്യുക. അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നു വിചാരിക്കും. നമുക്ക് അടുത്ത വീഡിയോയിൽ കണ്ടുമുട്ടാം.